കുക്ക് ഇറ്റ് വിത്ത് അഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു മുരിങ്ങക്ക പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു സവാളയാണ്, ഒരു തക്കാളി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത്, മുരിങ്ങക്ക അത് 2 എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു കുക്കറിലേക്ക് പരിപ്പ് കഴുകിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊന്നും ഇടാതെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു ലോ ഫ്ലെയിമില് മീഡിയം ഫ്ലെയിമില് 10 മിനിറ്റും കൂടെ വേവിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പാനിലേക്ക് തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല നമ്മളിപ്പോ. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ ആഡ് ചെയ്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ, കൂടെ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മുരിങ്ങക്കായൊക്കെ ഒന്ന് വേവാനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഇതൊന്ന് 10-15 മിനിറ്റ് നമുക്ക് വേവിക്കണം. അപ്പൊ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നിങ്ങൾ മുരിങ്ങക്കായ വേവുന്നതിനുള്ള ടൈം എടുക്കണം. ഞാൻ എന്തായാലും ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഇടക്ക് വേവിച്ച് വെക്കുന്നുണ്ട്. അപ്പത്തേക്കും നമ്മളെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങക്കായ അതാ വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഉപ്പും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പിലൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് വേണ്ടി വരും. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കൂടി പോവരുത്, അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങയുടെ അരപ്പും ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് വറവിനുള്ളത് നോക്കാം. അപ്പം ഒരു പാനിലേക്ക് ചൂടായിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാനതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ വറവിട്ടത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.